ഇവരെ കണ്ടില്ലേ? ഇവരെല്ലാം പ്രാണികളാണ്. ഇവരെന്ത് പ്രാണികളാണെന്ന് നമുക്ക് ചോദിക്കാം. നീ ആരാ? ഉറുമ്പ്. നീ ആരാ? ഞാനാണ് ചിത്രശലഭം. ഞാനൊരു ലേഡി ബേർഡ്. എന്റെ മുതുകിലുള്ള പുള്ളികൾ കണ്ടോ? ഇൻസെക്ട്സ് അറൗണ്ട്, നമ്മുടെ ചുറ്റിലുമുള്ള ചെറുപ്രാണികൾ. കട്ടെറുമ്പ്. ഇത് ഒരു കട്ടെറുമ്പാണ്. ഇതൊരു കൊച്ചു ജീവിയാണ്. നല്ല ജോലിക്കാരനുമാണ് കേട്ടോ. ഉറുമ്പുകൾ സദാ ഭക്ഷണം തേടി നടക്കുന്നത് കണ്ടിട്ടുണ്ടാകുമല്ലോ, അല്ലേ? ഈച്ച. ഇതാണ് ഈച്ച. ഇതിനെ എല്ലായിടത്തും നിങ്ങൾക്ക് കാണാം. ഇത് രോഗങ്ങൾ പരത്തും. കൊതുക്. ഇത് ഒരു കൊതുകാണ്. നമ്മുടെ രക്തം ഊറ്റിക്കുടിച്ചാണ് കൊതുകുകൾ ജീവിക്കുന്നത്. മലേറിയ പോലുള്ള പല അസുഖങ്ങൾ പടർത്തുന്നത് കൊതുകുകളാണ്. അതിനാൽ കൊതുകിന്റെ ശല്യം ഇല്ലാത്തിടത്ത് കിടന്നേ ഉറങ്ങാവൂ. തേനീച്ച. ഇത് ഒരു തേനീച്ചയാണ്. സദാസമയവും മടികൂടാതെ ജോലി ചെയ്യുന്ന തേനീച്ചകൾ പൂക്കളിൽ നിന്നും തേൻ കുടിക്കുന്നവയാണ്. പൂന്തേനിൽ നിന്നാണ് തേൻ കിട്ടുന്നത്. തേൻ ആരോഗ്യത്തിന് നല്ലതാണ്. പേൻ. ഇത് ഒരു പേനാണ്. ഇത് നമ്മുടെ തലമുടിയിലാണ് ജീവിക്കുന്നത്. തേൻ തലയിൽ കടിച്ച് രക്തം ഊറ്റിക്കുടിക്കുന്നു. അതിനാൽ തലമുടി വൃത്തിയായി സൂക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ്. പച്ചക്കുതിര. ഇത് ഒരു പച്ചക്കുതിരയാണ്. ഇത് ചെടികളുടെ ഇലകളാണ് കഴിക്കുന്നത്. പച്ചക്കുതിര നല്ല ചാട്ടക്കാരനും കൂടിയാണ്. ഇരട്ടവാലൻ അഥവാ നിശാശലഭം. ഇതൊരു നിശാശലഭമാണ്. രാത്രി സമയങ്ങളിലാണ് നിശാശലഭം സജീവമായിരിക്കുക. ചില നിശാശലഭങ്ങൾ നിങ്ങളുടെ കൈപ്പത്തിയേക്കാൾ വലിപ്പമുള്ളവയാണ്. പൂമ്പാറ്റ. ഇതാണ് പൂമ്പാറ്റ അഥവാ ചിത്രശലഭം. ഇതിന് നല്ല ഭംഗിയുള്ള നിറമായിരിക്കും. ഇത് പൂക്കളിൽ നിന്നും തേൻ ഊറ്റിക്കുടിക്കുന്നു. പച്ചിലപ്രാണി. ഇതാണ് പച്ചിലപ്രാണി. ഇതിനെ കണ്ടാൽ ഒരു ഇലയാണെന്നേ തോന്നുകയുള്ളൂ. അങ്ങനെയാണ് ഇത് അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നത്. പാറ്റ അഥവാ കൂറ. ഇതൊരു പാറ്റയാണ്. ഇത് ഒരു പ്രാണിയാണ്. തുമ്പി. ഇത് ഒരു തുമ്പിയാണ്. ഇത് പറന്നുകൊണ്ട് തന്നെ പ്രാണികളെ പിടിച്ചു തിന്നും. ഇതിന്റെ ലാർവകൾ ജലാശയങ്ങളിൽ കാണാം. കൊതുക് ലാർവകളാണ് ഇതിന്റെ ഭക്ഷണം. അതിനാൽ ഇവ കൊതുകുകളെ നശിപ്പിക്കുവാൻ സഹായിക്കുന്നു. കടന്നൽ. ഇത് ഒരു കടന്നലാണ്. ഇത് തേനീച്ചയേക്കാൾ വലിയതാണ്. ഇത് മറ്റ് ചെറു പ്രാണികളെ കൊന്നു തിന്നുന്നു. ചാണകവണ്ട്. ഇത് ഒരു ചാണകവണ്ടാണ്. ഇത് ചാണകം ശേഖരിച്ച് അതിന്റെ ലാർവകൾക്ക് താമസസ്ഥലം ഒരുക്കുന്നു. ചെള്ള്. ചെള്ള് വളർത്തുമൃഗങ്ങളുടെ തോലിൽ പറ്റിപ്പിടിച്ചിരുന്നാണ് ജീവിക്കുന്നത്. അവയുടെ ശരീരത്തിൽ നിന്നും രക്തം ഊറ്റിക്കുടിക്കുകയും ചെയ്യും.